പ്രിയ ദൈവവേദലേ, കൊലോഷ്യൻ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു, താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തൻ്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുത് തെറ്റിക്കരുത്. തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. പ്രിയ ദൈവവേദലേ, ഒരു വിശ്വാസിയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അവർ വളർച്ച പ്രാപിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുന്നത് പോലെ അങ്ങനെ തന്നെ കിടന്നാൽ എത്രമാത്രം പ്രയാസമാണ് മാതാപിതാക്കൾക്ക്. എന്നാൽ ആ കുഞ്ഞിൻ്റെ ഓരോ വളർച്ചയിലും അവൻ്റെ മാതാപിതാക്കളും അവനെ ചുറ്റുപറ്റിയുള്ളവർ സന്തോഷിക്കുന്നത് പോലെയാണ് ഒരു ദൈവവൈതലിനെ കണ്ടുകൊണ്ട് പിതാവാം ദൈവം സന്തോഷിക്കുന്നത്. നിങ്ങളുടെ ആത്മീയ വളർച്ച ഉണ്ടാകട്ടെ. ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തൻ്റെ ജഡമനസ്സിൽ ചിന്തിക്കുന്നവരാണ് ദൂതന്മാരെക്കുറിച്ച് സംസാരിച്ച് അവരെക്കുറിച്ച് ആരാധനയെ അവർക്ക് ഇമ്പോർട്ടൻസും കൊടുക്കുന്നത്. കാരണം ഒരു ദൂതനും ഒരു മനുഷ്യൻ്റെ വ്യസനമോ വേദനയോ ചലനമോ ഹൃദയമോ മനസ്സിലാക്കാൻ ദൈവം അനുവദിക്കുന്നില്ല. ദൂതൻ ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിക്കുന്ന ഒരു ദൂതനാണ്. അതുകൊണ്ട് ദൂതന്മാരെക്കുറിച്ച് സംസാരിക്കാനോ അവനെ ആരാധിക്കാനോ അവനെ നോക്കുവാനോ അല്ല ദൈവം നമ്മളെ ആക്കി വെച്ചത്. നമ്മുടെ ജഡമനസ്സുകൾ ചീർത്ത് തലയെ മുറുകെ പിടിക്കാതിരിക്കുക. ജഡമനസ്സെന്ന് പറയുമ്പോൾ ലോകത്തിലെ ചിന്തകളാലെ നമ്മൾ നിറയുമ്പോൾ നമ്മൾ തലയെ മുറുകെ പിടിക്കാതിരിക്കും. ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുതു തെറ്റിക്കരുത്. അപ്പോൾ തലയിൽ നമ്മുടെ ഇമോഷൻസ്, വില്ല്, ഇൻ്റലക്ച്വൽ എല്ലാം നമ്മുടെ ഒരു വ്യക്തിത്വത്തിലുള്ളതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനും ഇതേ കഴിവുകളുണ്ട്. ഒരു വ്യക്തിയാണ്. അവനെ സ്നേഹിക്കാതെ, അവൻ്റെ ഇഷ്ടമറിയാതെ, അവനിൽ വളർച്ച പ്രാപിക്കാതെ നമ്മളായിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ചിന്ത, മനസ്സ്, ഹൃദയം, ഏകാഗ്രതയെല്ലാം ദൈവത്തോടായിരിക്കട്ടെ. അതിനായിട്ടായിരിക്കട്ടെ നമ്മുടെ ഓട്ടം. അവനിൽ പൂർണ്ണതയുണ്ടാകട്ടെ, അവനിൽ വളർച്ച പ്രാപിക്കട്ടെ. അല്ലാത്തതൊക്കെയും ഈ ഭൂമിയിലേക്ക് നമ്മളെ വീഴ്ത്തുന്നതാണ്. സകല ജാഗ്രതയോടും നിങ്ങളുടെ ഹൃദയങ്ങളെ കാത്തുകൊള്ളുക. ജീവൻ്റെ ഉത്ഭവം അവിടെ നിന്നല്ലോ. അമ്മേ, ക്രിസ്തുവാകുന്ന തല, ആ സഭ ഒരുങ്ങട്ടെ. അവൻ്റെ ഇഷ്ടം നമ്മൾ അറിയട്ടെ. പ്രശ്നങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, കഷ്ടങ്ങളുണ്ട്, ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മുടെ അപ്പനറിയാത്തതല്ല. നമ്മുടെ തലയിലെ മുടി പോലും കൊഴിയുന്നത് കർത്താവ് പറയും. നിങ്ങളുടെ തലയിലെ മുടിയൊന്ന് പിടിച്ച് നെവർ ഗീവ് അപ്പ്. സങ്കീർത്തനം 112 നിന്ന് ആരോടോ പറയുന്നു, ദുർവർത്തമാനം നിമിത്തം നീ ഭയപ്പെടരുത്, നീ നന്മ പ്രാപിക്കും. ശത്രുവിന് നിന്നോട് കോപമുണ്ടാകും, അവൻ പല്ലിഞ്ഞിരിക്കും. അത്രമാത്രം ആത്മീയ അനുഗ്രഹത്താലെ നീ നിറയും, ആത്മീയ അഭിവൃദ്ധി പ്രാപിക്കും. യു ആർ എ ഗ്രേറ്റ് വെസൽ ഫോർ കിങ്ഡം. നെവർ ഗീവ് അപ്പ്. ആമേൻ. കർത്താവിൽ റിജോയ്സ് ചെയ്യുക. നീ ഒരു മണവാട്ടിയാണ്.